സർജറി ഇല്ലാതെ തന്നെ അത് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചികിത്സിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ ലേസർ ഉപയോഗിച്ച് ഈ നരമ്പ് കരിയിച്ച് കളയാം, അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന ഒരു പ്രത്യേകതരം ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ട് ഈ നരമ്പ് കരിയിച്ച് കളയാം, അല്ലെങ്കിൽ മൈക്രോവേവ് അബ്ലേഷൻ. അബ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയൊരു ട്യൂബ്, പ്രത്യേകതരം ട്യൂബ്, കത്തീറ്ററുകൾ എന്ന് പറയും, ആ ട്യൂബ് കാലിലെ നരമ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നു, ആ കയറ്റുന്ന ഭാഗത്ത് ധരിപ്പിക്കുന്നു. എന്നിട്ട് ഇതൊരു പ്രത്യേക മെഷീനിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ നരമ്പ് അവിടെ ഹീറ്റ് എനർജി കാരണം കരിഞ്ഞ് അതങ്ങനെ അങ്ങോട്ട് അടഞ്ഞു പോകുന്നു. ഈ അടഞ്ഞ നരമ്പ് കാലക്രമേണ ചുരുങ്ങി അങ്ങനെ ഇല്ലാതെ, അതൊന്നും ഇല്ലാതെ തന്നെ ഹീറ്റ് എനർജി ഉപയോഗിക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന വേറൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഗ്ലൂ അല്ലെങ്കിൽ പശ ഉപയോഗിച്ചിട്ടുള്ള ഒരു എംബോളിസിസ്. ഇതേപോലെ തന്നെ ചെറിയ ട്യൂബ് വഴി നമ്മൾ രക്തക്കുഴലിൻ്റെ ഉള്ളിലേക്ക് പശ ഇഞ്ചെക്ട് ചെയ്യുന്നു. പശ ഇഞ്ചെക്ട് ചെയ്ത ഉടനെ തന്നെ ആ വെയിനൊന്ന് അമർത്തി പ്രസ് ഒരു 10 സെക്കൻഡോ 30 സെക്കൻഡോ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ആ വെയിൻ അങ്ങനെ അങ്ങോട്ട് ഒട്ടി അടഞ്ഞ് ഇല്ലാതായി പോകുന്നു. അപ്പോൾ നമുക്കൊരു ഓപ്പൺ സർജറി അവോയ്ഡ് ചെയ്യാം. മാത്രമല്ല, നമ്മൾ എവിടെയാണോ ട്യൂബ് കയറ്റുന്നത് ആ ഭാഗം മാത്രം ഒന്ന് ധരിപ്പിച്ചാൽ മതി. മിക്കവാറും കണങ്കാലിൻ്റെ ആ ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ തൊട്ട് താഴെയോ മുകളിലൊക്കെ ആയിരിക്കും നമ്മളിത് യൂഷ്വലി കയറ്റുക. അവിടെ മാത്രം ധരിപ്പിച്ച് കഴിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ആ ദിവസം തന്നെ ഒരു 4-5 മണിക്കൂറോ അല്ലെങ്കിൽ 6 മണിക്കൂറോ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഡിസ്ചാർജ്